കൊടുക്കും. മിന്നിക്കണേ. എടാ അളിയാ, എനിക്കെന്താണ് എവിടെയാണ് ഈ പച്ച വെളിച്ചവും വിളക്കും? എടാ അളിയാ, നിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നു ഇത്രയും കാലം? കിഴക്കൻ തോട്ടത്തില്. കൊച്ചടാ സുഗന്ധനെ എന്താടോ കല്യാണം മുടക്കി? നമുക്കൊന്ന് കൂടണ്ടേ? വാ നടക്ക്. ഇനി ഈ നാട്ടിൽ കുറെ കുത്തുമുട്ടൊക്കെ നടക്കും. എടാ ഉണ്ണിത്താനെ, താൻ എന്നെ പണിക്ക് കയറ്റണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ആ എന്നാ കാര്യം? എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഞാൻ എന്നാ ചെല്ലിയേറ്റ് അങ്ങോട്ട് കയറുകയല്ലേ? ആ കാരണം കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പെണ്ണ് പിടിച്ചോമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ്. പരമാറി നിന്റെ തന്തയ്ക്കാണ് ഉഷ്ണപ്പെണ്ണ്. എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ. ഓ പിന്നെ ഞൊട്ടു കുത്തി മാനത്തികളെ പണി ചോദിക്കാൻ വരുന്നത് നീ തല്ലിക്ക് വല്ലടാ. എന്റെ തന്തയും കൂടെ മുറച്ചുണ്ടാക്കിയടാ നിന്റെ കാണുന്ന. എന്താ ഇത്? മാറാ, അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാ പറഞ്ഞത് നീ മാറാം. ചുമ്മാ കാലത്ത് തന്നെ കത്തിയും കുറുപടിയൊക്കെ ആയിട്ട്. എടോ വരാൻ. ആരുടെ മറ്റൊരുത്ത ഉഷ്ടപ്പെടുന്ന എന്നെ ഞാൻ കാണിച്ചു തരാടാ. അപ്പൂ ഇങ്ങോട്ട് വരാൻ. എടോ പാടാ മാറാ. എന്തോ നടാ കിണിച്ചോണ്ടിരിക്കുന്നത്? ജോലി പറയുന്നത് കേട്ടില്ലേ? പരമുവേ, നീ ഇന്നലെ ഉണ്ണിത്ത മുതലാളിയായിട്ട് ഉടക്കി അല്ലേ? ആ ചെറുതായിട്ട്. നീ ഇനി തോട്ടത്തിൽ പോകുന്നതാ വരമു? അതോ പണി പോയോ? പണി പോയൊന്നുമില്ല, ഞാൻ നിർത്തി പോന്നതാ. അവിടെ നിൽക്കാൻ വരുന്നേ, ഭയങ്കര അട്ടയാ. നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞ് ഇങ്ങ് പോന്നത്? ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത്? ഒരു പെണ്ണ് കേസാ. എന്താ സാഹിബിന്റെ ഭാര്യയെ കയറി പിടിച്ചോ? ഓടാ, അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. ഇത് കേസ് വേറെയാ. എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊരു ദിവസം ഗതികേറി സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു. ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പൂതി. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മുതലാളി, അവളെ ഒരു ദരിദ്രവാസി കെട്ടിപ്പോയി. ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. എവിടെ അയാളെ സമ്മതിക്കും? ആ അവനെ ഗതി കേട്ടപ്പോ ഞാൻ പറഞ്ഞു, വഴിച്ചെലവന് ഒരു 5000 രൂപ തരാമെങ്കിൽ അവളെ പൊക്കാൻ വന്നു. അയാൾ തരികല്ലെന്നാ ഞാൻ ഓർത്തത്. പക്ഷെ തന്നു. പിന്നെ പോരാടിക്കാൻ നോക്കൂ, ഞാൻ ഇനി പോന്നു. ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു ചെല്ലണമെങ്കിൽ ഒന്നേ 5000 രൂപ വേണം, അല്ലെങ്കിൽ അവളെ പൊക്കണം. നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നേ? പിടി സായിപ്പിന്റെ പെരിയളക്ക് സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെ? ഫൈമി. എടാ മിടുക്കാ. ഫൈമി, കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമി വരാല്? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ? പോടാ. കെട്ടിയതാണെന്നും പറഞ്ഞിരുന്നു, കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ ഫൈമി, നീ അതൊന്നും കാര്യമാക്കണ്ട.
എവിടുന്നാടാ പരമു നിനക്ക് ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ ചില നല്ല കുട്ടികൾ കിടന്നു. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്. പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടുന്നു. ഒഴുക്കുവെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തിന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ? വേണ്ടെങ്കി വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ? കൊടുത്തേര് കൊടുത്തേര്. അത്രേ ഉള്ളൂ. ഐമി, ഐമി, നീ വന്ന്. അല്ല പിന്നെ നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ തേങ്ങയുണ്ട്. ആ അണേട് അണേട്. അത് മതി. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എടാ അത് പൊഞ്ഞു വെക്കടാ, അതിന്റെ ഗ്യാസ് പോകും. കഞ്ചാവിന്റെ വില എന്താന്ന് നിനക്കറിയോ? കഞ്ചാവ് വലിക്കാൻ നടക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തില്. മീൻ പിടിക്കാനോ? ഒന്ന് പോടാ കഴുതേ. കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയ വക. കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ. ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കാടാ. ഇല്ലേ? കൊടുക്കും മിന്നിക്കണേ. എടാ പരമേ, ദിവസം 5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ചായക്ക് രാമാനം വള്ളത്തെ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് നിൽക്കണം. ഐഡിയ കൊള്ളാവല്ലോടാ. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളഞ്ഞ കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്താ മതി. അഞ്ച് നിനക്ക് 5 എനിക്ക് ലക്ഷം.